വാട്സ്ആപ്പ്. സോ നമ്മൾ ഇന്ന് പുതിയൊരു എപ്പിസോഡിലേക്കാണ്. ദിസ് ഈസ് എപ്പിസോഡ് നമ്പർ 3. സോ ഇന്ന് നമ്മൾ ഒരു മൈനിങ് ഏരിയ മൈനിങ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്ഥലം കുറിച്ചിടണം. സോ അതിനായിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കും. സോ നമുക്ക് നേരെ തന്നെ പണിയിലേക്ക് ആദ്യം തന്നെ കടക്കാൻ കഴിയും. അല്ലാതെ നമുക്ക് കഥ പറഞ്ഞിരിക്കാൻ സമയമില്ലേ. അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ എടുത്ത് സ്റ്റിക്ക് ഗൈസ്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾ സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്, നന്ദിയുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് അയൺ പിക്കാക്സ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ അയൺ കെട്ടണേ. ഓക്കെ, ഇവിടെ നിന്നിട്ടൊരു 5-6 സ്റ്റോൺ കൊടുക്കണം ഗൈസ്. ദെൻ ഈ സാധനം എനിക്ക് ഉണ്ടാക്കിയൊന്ന് യൂസ് ചെയ്ത് നോക്കണമല്ലോ, പക്ഷെ എനിക്കിപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റോഡ് വേണ്ട, സ്റ്റോഡിനെക്കാളും നല്ല യൂസ് ചെയ്താൽ. അതുകൊണ്ട് നമുക്ക് സ്റ്റോഡ് വേണ്ട, ഒരു പിക്കാക്സ് കൊടുക്കട്ടെ. ഓക്കെ, ഇനിയും വേണ്ടാത്ത സാധനം എല്ലാം ഇൻവെന്ററിയിൽ നിന്ന് കളയാം. അതുകൊണ്ട് കുറച്ച് കോളില്ലായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു. ഇതിങ് എടുക്കാൻ കഴിച്ചു. സ്റ്റിക്ക് ചെയ്ത് നിർത്തട്ടെ. നൈറ്റായി നമുക്ക് ഉറങ്ങാം. ഒരു 9 ഉള്ളിൽ ഇരുന്നട്ടെ. ഓക്കെ, ഒരു 10 എനിക്ക് വേണം ഗൈസ്. നമുക്കൊരു ഫർണസ് കൂടെ ഉണ്ടാക്കി ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ പെട്ട് നൈറ്റ് ആയെന്ന് തോന്നുന്നു. യെസ്, നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സൂര്യൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വന്നിട്ടൊരു ഫർണസും കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഫർണസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. ഇതിനെ തിരിച്ചിരിക്കട്ടെ. എന്നിട്ട് ഇതിവിടെ എന്നിട്ട് ഫർണസ് എടുത്ത് ഇവിടെ വാ. എന്നിട്ട് ഇതിവിടെ. ഇനിയും നമുക്ക് കുറച്ച് ലോഗ് വേണം. അതിനായി നമുക്ക് യൂസ് ചെയ്യാത്തൊരു പിക്കാക്സ് എടുക്കുക. എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും ആയോ. ബീട്രൂട്ട് വളർന്നെന്ന് തോന്നുന്നു. നമുക്കിത് കൃഷി ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരു ബ്ലോക്ക് വേണമെങ്കിൽ മാറ്റേണ്ടത്, കാരണം ഞാൻ ചാടിപ്പോയി. ബീട്രൂട്ട് വളർന്നെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ വന്നിട്ട് ഫാം ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 1-2 ലോഗ് കൂടെ വേണം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുള്ള് കത്തിത്തീർന്നിട്ടുണ്ടോ? ഫുള്ള് കത്തിയില്ല, ഒരെണ്ണോടെ കത്താണ്ട്, എന്നാലും കുഴപ്പമില്ല. ഉള്ളതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇതുകൂടി എടുക്കാം ഗൈസ്. ഓക്കെ, ലോഗോ എടുത്തിട്ട് ഇനി നമുക്ക് 13 സ്റ്റിക്ക് വേണം തോന്നുന്നല്ലേ. മാക്സിമം പറ്റുന്ന മൊത്തം സ്റ്റിക്കും ഉണ്ടാക്കി. ദെൻ ഓക്കെ, സ്റ്റിക്ക് മതിയെന്ന് തോന്നുന്നു. ഇനി ഷിഫ്റ്റ് അടിച്ച് ടോർച്ച് മൊത്തം ക്രാഫ്റ്റ് ചെയ്തു. 54 ടോർച്ച് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത്ര മതിയാവും നമുക്കൊരു കുറച്ച് പോകാൻ. ഓക്കെ, ഞാൻ പിന്നെ ഇവിടെ അല്ല മൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു മല കണ്ടല്ലോ, ആ മലയുടെ അവിടോട്ടാണ് ഞാൻ മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഓക്കെ, നമുക്കെന്നാ അങ്ങോട്ട് പോയേക്കാം ഗൈസ്. യെസ്, നമുക്കെന്നാ അങ്ങോട്ട് നേരെ പോവാം. വെയിറ്റ്, ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ ഗൈസ്. എന്നിട്ട് വേണ്ടാത്ത സാധനമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ലോഗ് ഇരിക്കട്ടെ. ഈ ലോഗ് വെച്ച് ഞാനിവിടെ കത്തിക്കാം. ഇതല്ലേ അത്, ഇത് വെച്ച് ഇങ്ങോട്ട് പോട്ടെ. ഓടാ, അവിടെ ഇരിക്കത്തില്ല. ഇരിക്കും. യെസ്, ഇനി നമുക്കെന്നാ ഒരു സ്പോട്ടിലേക്ക് പോകാം. എന്നിട്ട് ഈ മല ഉണ്ടല്ലോ, ഈ മലയുടെ ഞാൻ ഒന്ന് ചാട്. ഈ ഒരു സ്പോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ട, ഇവിടെ അല്ല, ഈ ഒരു സ്പോട്ട് അല്ല, ഇത് വേണ്ട. ഇവിടെ ഇച്ചിരി ടെറൈൻ സ്മൂത്ത് അല്ല, നമുക്ക് ഈ ഇച്ചിരി കൂടെ മേലോട്ട് നേറി ഈ ഒരു സ്പോട്ട് ഒരു നൈസ് അല്ലേ. വേറെ ഉണ്ടോ നോക്കട്ടെ, വേറെ നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതെടുത്താൽ പോരെ. വെറുതെ എന്തിനാണ്, അത് തന്നെ നല്ലത് വെറുതെ ഇച്ചിരി ഒതുങ്ങിയിരിക്കും. നമുക്ക് ഈ മല വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്താലും ഓക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ഇങ്ങോട്ടുണ്ടാക്കാം. അതെ, ഇതാണ് നല്ലത്. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി ഒതുങ്ങിയിരിക്കും. നമുക്കപ്പോൾ ഒരു 4 ബ്ലോക്ക് വേണം. 4 ബ്ലോക്ക് വീതി, 4 ബ്ലോക്ക് ഹൈറ്റും വേണം. ഓക്കെ, 1 നമുക്കെന്നാ അങ്ങോട്ട് ബിൽഡ് ചെയ്ത് തുടങ്ങാം.
ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗൈസ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഹൈറ്റ് എങ്കിലും വേണം മിനിമം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കെന്നാൽ സ്റ്റെയർ കേസ് പോലെ കുഴിച്ച് അങ്ങോട്ട് തുടങ്ങാം. നൈറ്റ് ആവുകയാണ് കിടക്കാൻ. നൈറ്റൊക്കെ ആർക്ക് പേടി ഗൈസ്? നിങ്ങൾക്ക് പേടിയുണ്ടോ നൈറ്റ്? എങ്കിൽ കിടക്ക്. ഓക്കെ, ഇതിനെ മൈൻഡ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ അയൺ പിക്കാക്സ് ആയിരുന്നു പിന്നെയും പറയായിരുന്നു. എന്റെ പൊന്നടാവേ, ഇത് സ്റ്റോൺ പിക്കാക്സ് വെച്ച് എത്ര ദൂരം എന്നാണ് നമുക്ക് നോക്കാം. അടിപൊളി ഗൈസ്, നൈറ്റായി. റെക്കോർഡിംഗ് ഓഫ് എന്നാലും വലുതായിട്ട് ഒത്തിരി ഇതൊന്നും പോയില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ നൈറ്റ് ആയപ്പം ഞാനന്ന് ബാക്ക് അടിച്ചു, അതിൻ്റെ ഞാൻ തോന്നുന്നു പോയെ. നൈറ്റ് കുഴിച്ചു, വലുതായിട്ടൊന്നും ആയിട്ടില്ല ഗൈസ്, ഒന്നും ആയിട്ടില്ല. നമുക്ക് ഇനിയും പോവാനുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ടോർച്ച് വെക്കാം. ഇനിയും പോകാണ്ട് ഗൈസ്. ഇത് ഞാൻ വിചാരിച്ച പോലല്ല, നല്ല സമയം എടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് കാണാം. ഹലോ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒരു കോപ്പർ സ്പോട്ട് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇതൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കേൾക്കാമല്ലോ, ഒരു വെള്ളം ഒഴുകുന്നൊരു സൗണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ റിവർ, എനിക്ക് തോന്നുന്നു അണ്ടർ വാട്ടർ കേവ് ആയിരിക്കും. അതായിരിക്കുമെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പണിയാകും. ബിക്കോസ് റിവറിലോട്ട് ചെന്ന് കയറുവാണെങ്കിൽ നമുക്കത് വറ്റിക്കേണ്ടിയൊക്കെ വരുമെന്ന് തോന്നുന്നു. അണ്ടർ വാട്ടർ കേവ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി നേരെ അങ്ങ് പോയിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. കോപ്പർ 5-6 കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കോപ്പർ ആർമർ സെറ്റാക്കാം. ഓക്കെ, അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഉണ്ടെന്ന് തോന്നി. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഇന്നൊരു കോപ്പറിൻ്റെ ഫുൾ ആർമറെങ്കിലും ആകാൻ പറ്റുമോ നോക്കാം. എത്ര ഉണ്ട്? യെസ്, എത്ര കിട്ടി നോക്കട്ടെ. ഇൻവെന്ററി 32. ഓക്കെ, നമുക്ക് ഇതൊരു കോപ്പർ ആർമർ സെറ്റാക്കാം. നമുക്ക് നിന്ന് സെറ്റ് ആക്കിയാലോ ഗൈസ്? നമുക്കൊന്ന് മേളിലോട്ട് കയറാം. ഇത് നല്ല ഓഫ്ലൈൻ ഗ്രൈൻഡ് ആണ് ഗൈസ്. ഞാൻ എന്തായാലും ഒരു 3-4 എപ്പിസോഡ് കൊണ്ട് ഇതൊന്നും ചെയ്യാം. അല്ലാതെ എനിക്ക് കളിക്കാൻ കിട്ടുന്ന സമയം ഇതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പണിയാകും. യെസ്, നമുക്ക് കോപ്പർ ഇവിടെ എത്രയായി? നിയറസ്റ്റ് ആ കൂടി ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് ചെസ്റ്റിലോട്ട് എല്ലാം എടുത്ത് തട്ടിയിട്ട് കോപ്പർ ഇങ്ങനെ ഇനി എന്ത് വെച്ച് കത്തിക്കും? മരം വെട്ടിക്കിട്ടരാം. യെസ് ഗൈസ്, മരമല്ലേ ഇവിടെ നിൽക്കണേ. വേഗം കത്ത്. ഇവിടുത്തെ ഫ്യൂല് കയറുന്നല്ല, ഇപ്പം ഇങ്ങോട്ട് തന്നെ വെച്ചാൽ കത്തിക്കാം. ബാക്കി ഞാൻ പിന്നെ കത്തിച്ച് സ്റ്റോൺ ആക്കിക്കോളാം. നമ്മുടെ വീടിൻ്റെ പണിക്കുള്ള ഇത് ഒരു സ്റ്റാക്കൊന്നും പോലെ ഞാൻ നോക്കി ചെറിയൊരു ഡിസൈൻ സെറ്റാക്കി വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ സെറ്റാകത്തോണ്ടാണ് ഇല്ലാതെ ഇപ്പം ഇന്ന് വീഡിയോയിൽ തുടങ്ങേണ്ടതാണ്. അറിയാലോ, കോപ്പർ ഇങ്ങോട്ട് നമുക്ക് കോപ്പറിൻ്റെ ടൂൾസിലേക്ക് മാറണമെന്ന് ഞാനിപ്പോഴും ആലോചിക്കുന്നതേ ഉള്ളൂ. കോപ്പറിൻ്റെ ടൂൾസ് യൂസ് ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും സ്റ്റോണിനേക്കാൾ യൂസ് ആയിരിക്കും, നമുക്ക് മൈൻഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. നോക്കാം, ആലോചിക്കാം. എന്താണ് വന്നിരിക്കുന്നത്? ഒരു 4 ബൂട്ട് കിട്ടുമല്ലോ. ബൂട്ട് സെറ്റാക്കാം. ബൂട്ട് സെറ്റ്. നമുക്കല്ലേ നമ്മുടെ ഈ ഒരു വീഡിയോ വേണ്ടി നമ്മളെടുത്ത് ഒരു സ്റ്റാക്ക് അത് നമുക്ക് എടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു ഫോറസ്റ്റ് ചെറിയൊരു ഫോറസ്റ്റ് ആണ്, എല്ലാം പെട്ടെന്ന് തീരും. അത് പണിയാവും. അതാണ് ഞാൻ ഫുള്ള് എടുക്കാത്തത്. ഇവിടെ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാം. പറഞ്ഞു നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാം. ഇവിടൊക്കെ നട്ടോക്കട്ടെ.
താഴെ വീഴുന്നത് അതുകൂടെ എടുക്കട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ലെവലുണ്ട്. ഒരു ലെവൽ കേട്ടാ ഇപ്പൊ തന്നെ 12 ഷുഗർ കെയിനാണ്. ഞാൻ പറഞ്ഞില്ലേ ഷുഗർ കെയിനൊക്കെ പെട്ടെന്ന് കിട്ടും. ഷുഗർ കെയിനാണ് പണ്ട്. പിന്നെ എൻട്രാഗനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാല്ല പറന്ന് നടക്കാനുള്ള ഈ വേണ്ടിയിട്ട് ഓക്കെ. ഇനി നമുക്ക് അവിടുത്തെ പോയിട്ടുണ്ട്. എല്ലാം വളർന്നു. ഇത് വളർന്നതെന്ന് അറിയില്ല, ബട്ട് ഇത് വളർന്നു. ഇത് വളർന്നു. ഓക്കെ, മാറിക്കാണ്. അയ്യോ അറിയാതെ സോറി. ഇതും ഫുള്ള് വളർന്നിട്ടില്ലല്ലോ. കൊല്ലടാ എന്താണ് ഈ മെലന് നല്ല സമയം എടുക്കും. അതറിയാല്ല മെലൻ നല്ല ടൈം കഴിക്കാൻ പറ്റുമല്ലോ. ഇല്ല, ബീറ്റ്റൂട്ട് കഴിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ്. നമുക്ക് കഴിക്കാൻ പറ്റുമോ ബീറ്റ്റൂട്ട്? ഇല്ല, കഴിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. ഫുഡൊക്കെ തീരട്ടെ, ബീറ്റ്റൂട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ കോപ്പർ സെറ്റ് ആയിട്ടുണ്ട്. കോപ്പർ വെച്ച് നമ്മൾ ഹെൽമെറ്റും ഇപ്പോൾ നമ്മൾ ഒരു നിക്കർ ഇട്ടിട്ടില്ല, നിക്കർ കൂടെ ഇടണം. ഓക്കെ, നിക്കറും വേണം. നിക്കർ ഇട്ട് എങ്കിലേ സെറ്റ് ആവത്തുള്ളൂ. നിക്കറിനായി കാണും. അതെ, നിക്കറിനായില്ല. 5 എണ്ണം അല്ല 6 എണ്ണം വേണം അല്ലേ? അതെ, 6 എണ്ണം വേണം നിക്കറിന്. ഇങ്ങനല്ലേ ഇത് എടുക്കുക. അല്ല, 1 2 3 എന്നിട്ട് ഇതെടുത്ത് ഇവിടെ ഇങ്ങനെ. അതെ, 2 എണ്ണം വേണം. 7 എണ്ണം വേണം നിക്കർ. ആയിക്കോട്ടെ. അതെ, നിക്കർ ഫുള്ള് സെറ്റ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇൻവെന്ററി എടുത്ത് ഇങ്ങനെ കാണാം. 3% നിക്കർ കിട്ടും, സെറ്റ് ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് കിട്ടുന്നത് വെച്ച് ടൂൾസ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ആലോചിക്കുന്നത്. ടൂൾസ് ഉണ്ടാക്കാല്ലേ? അതെ, ടൂൾസ് ഉണ്ടാക്കാം. ചെസ്റ്റ് പോകുന്നില്ലല്ലോ. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ എടുത്ത് 1 2 2 എടുത്തു. ഒരു ചെസ്റ്റ് ബ്രിഡ്ജ് തിരിച്ചു കയറിക്കോ. ഒരു ചെസ്റ്റ്. എന്നിട്ട് ഇവിടെ പ്ലേസ്. എന്നിട്ട് ടൂൾസ് എല്ലാം എടുത്ത് കയറ്റി വൈ. അതിപ്പോൾ അല്ലേ, അത് പോട്ടെ. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ദിവസം പോയിട്ട്. എന്നിട്ട് കുറച്ചുകൂടെ ഇതോടെ എടുത്തിട്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റിക്കില്ല, ഈ സ്റ്റിക്ക് കൂടെ ഉണ്ടാക്കിയേക്കാം. അതിനാണോ പ്രശ്നം? ഒരു ഇത് 4 8 സ്റ്റിക്കുണ്ട്. ഓക്കെ, നീ സ്റ്റിക്കെന്നും പറഞ്ഞെങ്ങാടും വന്ന. ഓക്കെ, പിക്കാക്സ്, ഷവൽ, ആക്സ്, സോഡോടി ഇരിക്കട്ടെ അല്ലേ? അവിടെ കത്തി തീർന്നു. അതെ, സോഡിനുള്ള ഇതില്ല ഗൈസ്. ഇനിയുള്ള നമുക്ക് ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കായിരുന്നു. പക്ഷെ അറ്റാക്ക് കുറവാണ് ഗൈസ്. എനിക്ക് വേണ്ട, വെറുതെ കോപ്പർ ഇരിക്കട്ടെ, കയ്യിൽ ആവശ്യം വരും. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു നൈറ്റ് കൂടെ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ചെയ്യാം. ഇതിപ്പോൾ 3 ലെവലുണ്ട് ഗൈസ്. ഓക്കെ, സീൻ. പക്ഷെ ഇത് വെച്ച് നമുക്ക് എന്താ പെട്ടെന്ന് നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. അതെ, അത് ചെക്ക് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് മൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട്. അല്ല, എൻ്റെ ഈ ഒരു റേഞ്ചാണ് സൂര്യൻ്റെ ഏറ്റവും മേൽഭാഗം. നമ്മൾ നൈറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ
ഈ ഒരു ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇപ്പം എത്ര ദിവസമായെന്നല്ല അറിയാൻ വല്ല വഴിയും ഇല്ല ഗൈസ്, ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞല്ല ഇച്ചിരി വലുതാണ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് സെറ്റാക്കണം. നമ്മുടെ ഒരു ചുമന്ന ഹുഡിയും ഒരു പാൻറ്റും ഒക്കെ ഇട്ട് ഒരു സ്റ്റീലിൻ്റെ ഫേസുള്ള ഒരു സ്കിന്നുണ്ട്, അത് നമുക്ക് സെറ്റാക്കണം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video guys. Bye bye. Yeah, I'm the king when I'm in the rain. Got my G when I'm in the vein. Gone link pics on a middleman. Ain't nothing but a gold thing.